ഇന്ന് ആ വീട്ടിൽ നിങ്ങൾക്കുറങ്ങാൻ സാധിക്കില്ല. അഥവാ അറിയാതെ ഉറങ്ങിപ്പോയാൽ ആ തണുത്ത് മരവിച്ച വിരലുകൾ നിങ്ങളുടെ ശരീരത്തിലൂടെ അരിച്ചു തുടങ്ങും. നിങ്ങൾ ഞെട്ടി എഴുന്നേൽക്കുന്നത് ആ വികൃതമായ മുഖത്തിലേക്കായിരിക്കും. അതിൻ്റെ അസഹ്യമായ ദുർഗന്ധം നിങ്ങളിൽ അറപ്പുണ്ടാക്കും. ചുറ്റും എന്ത് എന്ന് പോലും അറിയാത്ത കറുത്ത നിഴലുകൾ നിങ്ങളെ നോക്കി നിൽപ്പുണ്ടാകും. അത് നിങ്ങളിലേക്ക് ഭയം വിതയ്ക്കും. അതുപോലൊരു രാത്രി ആ വീട്ടിൽ തനിച്ച് നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കും. ഒരു രാത്രിയല്ല, അത്തരം അനേകം രാത്രികൾ ആ കുടുംബം ആ വീട്ടിൽ താമസിച്ചിരുന്നു. ഇന്നും ആളുകൾക്ക് പേടി സ്വപ്നങ്ങൾ ആ പ്രേതഭവനത്തിന് പറയാനുണ്ട് ചില കഥകൾ. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. പ്രേതാനുഭവങ്ങളെല്ലാം തട്ടിപ്പാണ്. പലരും കണ്ണടച്ചു പറയുന്ന വിഷയമാണത്. എന്നാൽ ഈ ഒരു കഥ പലർക്കും ഉത്തരം മുട്ടുന്നതാണ്. പല ഇംഗ്ലീഷ് സിനിമകളിലും നമ്മൾ ചില ക്ലീഷേ സീനുകൾ കാണാറുണ്ട്. അതായത് ഒരു വലിയ വീട്ടിലേക്ക് 2-3 കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം താമസിക്കാനായി എത്തുന്നു. അവിടെ എല്ലാവർക്കും പ്രത്യേകം മുറികൾ ഉണ്ടാകും. ഇരുട്ട് തളം കെട്ടി കിടക്കുന്ന ഇടനാഴികൾ ഉണ്ടാകും. ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുന്ന അണ്ടർഗ്രൗണ്ടുകൾ ഉണ്ടാകും. വർഷങ്ങളായി പൊടി പിടിച്ചു കിടക്കുന്ന തട്ടിൻപുറങ്ങളും അവിടെ ഉപയോഗശൂന്യമായ കസേരകളും കണ്ടാൽ തന്നെ ഭയം തോന്നും വിധം മുഖമുള്ള പാവകളും ഉണ്ടാകും. ദിവസങ്ങൾക്കുള്ളിൽ അവിടെ ചില പാരാനോർമൽ ആക്ടിവിറ്റീസ് സംഭവിച്ചു തുടങ്ങും. അതാദ്യമായി അനുഭവിക്കുന്നത് സ്വാഭാവികമായും അച്ഛനായിരിക്കും. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അമ്മയ്ക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങും. അപ്പോഴേക്കും ഇളയ കുട്ടി ആത്മാവുമായി പരിചയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും. ഇതെല്ലാം പല സിനിമകളിലും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സീനുകളാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരിക്കും എന്ന്? അതിനുത്തരമാണ് അമിറ്റിവില്ലെ ഹൊറർ. 1977 ജെ ആൻസൺ എന്ന അമേരിക്കൻ എഴുത്തുകാരനാണ് അതിന് പിന്നിൽ. അതിനു മുമ്പും ഇത്തരം എണ്ണപ്പെട്ട ചില സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം അനേകം സിനിമകളാണ് ഈ ഒരു ഫോർമാറ്റിൽ പുറത്തിറങ്ങിയത്. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു കുടുംബം അനുഭവിച്ച് വിശ്വസിക്കാൻ സാധിക്കാത്ത ചില അനുഭവങ്ങളെ കുറിച്ചാണ്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ആ പ്രമേയത്തിൽ ഏതാണ്ട് 34ഓളം സിനിമകളാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു, എത്ര ഭീകരമായിരിക്കും അവരുടെ അനുഭവം. 1975 ഡിസംബറിലാണ് 112 ഓഷ്യൻ അവന്യൂ എന്ന ആ വലിയ വീട്ടിലേക്ക് ആ കുടുംബം വന്നെത്തുന്നത്. ദിവസങ്ങളായി ഒരു പുതിയ വീടിനായുള്ള അന്വേഷണത്തിലായിരുന്നു ലഡ്സ് കുടുംബം. ജോർജ് ലഡ്സും കുടുംബവും അത്ര വലിയ പണക്കാരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിലപേശലിനൊടുവിലാണ് അവർ ആ വീട് സ്വന്തമാക്കുന്നത്. ഡച്ച് കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ച 5 വലിയ ബെഡ്റൂമുകൾ അടങ്ങുന്ന ആ വലിയ വീട് $80,000 അവർ വാങ്ങിയത്. ആ വീടിനോട് ചേർന്ന് ഒരു സ്വിമ്മിംഗ് പൂളും ഒരു ബോട്ട് ഹൗസും ഉണ്ടായിരുന്നു. 1975 ജൂലൈയിലാണ് ജോർജും കാത്തിയും വിവാഹിതരാകുന്നത്. ജോർജ് കാത്തിയുടെ 2ാമത്തെ ഭർത്താവാണ്. ആദ്യത്തെ വിവാഹത്തിൽ അവൾക്ക് 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും സ്വന്തമായി വീടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വിവാഹശേഷം കുടുംബമായി താമസിക്കാൻ ഒരു പുതിയ വീട് വേണം എന്ന ആഗ്രഹത്തിലാണ് അവർ വീട് അന്വേഷിച്ചിറങ്ങിയത്. അവരോടൊപ്പം ഹാരി എന്ന പേരിൽ ഒരു നായ്ക്കുട്ടിയും ഉണ്ടായിരുന്നു. ബ്രോക്കർ ആദ്യം പറഞ്ഞ വിലയിൽ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്കാണ് അവർ ആ വീട് സ്വന്തമാക്കിയത്. അയാൾ അവരിൽ നിന്നും എന്തോ മറയ്ക്കുന്നതായി അവർക്ക് തോന്നി. ഒന്നുകൂടി നിർബന്ധിച്ചപ്പോൾ അയാൾ കാര്യം പറഞ്ഞു. ആ വീട്ടിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ദുരന്തം സംഭവിച്ചിരുന്നു എന്ന്. 1974 നവംബറിലാണ് അത് സംഭവിക്കുന്നത്. റൊണാൾഡ് ഡിഫിയോ എന്ന വ്യക്തി സ്വന്തം കുടുംബത്തിലെ 6 പേരെ ദാരുണമായി ആ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം മാസങ്ങളോളം ആ വീട് അടച്ചിട്ട നിലയിലായിരുന്നു. ഈ വിവരം അറിഞ്ഞ ജോർജിനും കാത്തിക്കും ഒരു ചെറിയ ഭയം തോന്നിയെങ്കിലും അല്പം മാറി നിന്ന് സംസാരിച്ചപ്പോൾ അവർ തീരുമാനിച്ചു ആ വീട് വാങ്ങാം എന്ന്. കാരണം അത്രയും ചെറിയ തുകയ്ക്ക് അത്ര വലിയൊരു വീട് ലഭിക്കുക എന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. എന്നാൽ അതിനുശേഷം അവരെ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളായിരുന്നു. എന്തായാലും ആളുകളെ ഭയപ്പെടുത്തിയ ഒരു കൊലപാതകം നടന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആ വീട് ഒന്ന് വ്യഞ്ചരിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി ജോർജിന് പരിചയമുള്ള ഒരു കാത്തലിക് വൈദികനായിരുന്ന ഫാദർ റേയെ അവർ സമീപിച്ചു. അങ്ങനെ ഫാദറിനോടൊപ്പം ആ കുടുംബം ആ വലിയ വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട്ടിലേക്ക് വാങ്ങിയ ഫർണിച്ചറുകൾ ഓരോന്നോരോന്നായി ആ വീടിനുള്ളിലേക്ക് എടുത്തു വെച്ചു.
അപ്പോഴാണ് ജോർജ് അത് ശ്രദ്ധിക്കുന്നത്. ഫാദറിൻ്റെ മുഖത്ത് എന്തോ ഒരു ഭയം പോലെ. അദ്ദേഹം പെട്ടെന്ന് തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതായും ജോർജ് കണ്ടു. ജോർജ് അദ്ദേഹത്തോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന് പണം നൽകി. എന്നാൽ ഫാദർ അത് സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇതിന് എനിക്ക് പണം ആവശ്യമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്നത് നിർബന്ധമാണ്? ആ ഒരു ചോദ്യം ജോർജിലേക്ക് ഭയമാണ് പടർത്തിയത്. എന്തുപറ്റി ഫാദർ? ജോർജ് ചോദിച്ചു. അല്ല, ഈ വീട് എനിക്കത്ര സുരക്ഷിതമായി തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. വീടിന്റെ പണം മുഴുവൻ നൽകിയെന്നും അവിടെ ഇനി താമസിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നും ജോർജ് ഫാദറിനെ പറഞ്ഞ് മനസ്സിലാക്കി. ശരി, അങ്ങനെയെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ മാത്രം ഇരിക്കട്ടെ. അതൊരിക്കലും നിങ്ങളുടെ ഭാര്യയോ കുഞ്ഞുങ്ങളോ അറിയാൻ പാടില്ല. ആ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ മുറിയിൽ നിങ്ങൾ ആരും താമസിക്കാൻ പാടില്ല. അതെന്തുകൊണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. എന്നാൽ ആ മുറിയിൽ തയ്യൽ ആവശ്യങ്ങൾക്ക് മാത്രമേ പോവുകയുള്ളൂ എന്നും അവിടെ ഒരിക്കലും താമസിക്കില്ല എന്നും ജോർജ് ഫാദറിന് ഉറപ്പ് നൽകി. ഫാദർ പറഞ്ഞ കാര്യം ജോർജിന്റെ മനസ്സിനെ അലട്ടിയിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളുമായി അല്പനേരം കളിച്ചപ്പോൾ അയാൾ സന്തോഷവാനായി. ആ രാത്രി അങ്ങനെ കടന്നുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. അയാളുടെ ഭയം കുറഞ്ഞു തുടങ്ങി. എല്ലാം ഫാദറിന്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു എന്ന് അയാൾ വിശ്വസിച്ചു. ഒരു ദിവസം രാവിലെ കാത്തി എന്തോ ഉറക്ക വിളിച്ചു പറയുന്നത് കേട്ടാണ് ജോർജ് എഴുന്നേൽക്കുന്നത്. ഒന്ന് കാതോർത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി, അത് ഹാരിയെ ചീത്ത പറയുന്നതാണ്. അവൻ വീട്ടിനുള്ളിലൂടെ എന്തോ ഒന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയതിന്റെ പാടുകൾ അവിടമാകെ ഉണ്ടായിരുന്നു. ജോർജ് എഴുന്നേറ്റ് അവിടമെല്ലാം പരിശോധിച്ചു. ശരിയാണ്, ഹാരി എന്തോ കടിച്ചു വലിച്ചു കൊണ്ടുപോയതിന്റെ പാടുകൾ അവിടെ കാണാമായിരുന്നു. കറുത്ത നിറത്തിലുള്ള ഒരു കൊഴുത്ത ദ്രാവകത്തിന്റെ പാടുകൾ. എന്നാൽ അപ്പോഴാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. അടച്ചിട്ട മുറികൾക്കുള്ളിലും ഇതേ ദ്രാവകത്തിന്റെ പാടുകൾ കാണാമായിരുന്നു. അതും വാതിൽ പഴുതിനുള്ളിലൂടെ. അതൊരിക്കലും ഹാരിക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് അതവിടെ എത്തിയത്? ആ ഒരു കാഴ്ച അയാളിൽ മരവിപ്പായിരുന്നു ഉണ്ടാക്കിയത്. അതോടെ കൂടുതൽ ശ്രദ്ധാലുവായി മാറിയ ജോർജിന് ആരും കയറി ചെല്ലാത്ത തട്ടിൻപുറത്ത് ആരോ നടക്കുന്നതിന്റെ ശബ്ദവും വാതിൽ വലിച്ചടയ്ക്കുന്നതിന്റെ ശബ്ദവും കേൾക്കാമായിരുന്നു. താഴെ നിലവറയിൽ ആരോ അടക്കിപ്പിടിച്ച് കരയുന്നതിന്റെ ശബ്ദവും അലർച്ചയും അയാൾ കേട്ടു. ഇതെല്ലാം തൻ്റെ ഉള്ളിലെ ഭയം തന്നിൽ തോന്നിപ്പിക്കുന്നതാണ് എന്നയാൾ വിശ്വസിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീടുണ്ടായ പലതും അയാളിൽ ഭയം കൂട്ടുകയായിരുന്നു. ദിവസങ്ങൾ കഴിയുന്നു. വീട്ടിൽ ഈച്ചകളുടെ ശല്യം കൂടിക്കൊണ്ടേയിരുന്നു. ഭക്ഷണത്തിൽ പുഴുക്കളെ കണ്ടു തുടങ്ങി. ഇതെല്ലാം വീട്ടിലുള്ള മറ്റുള്ളവർക്ക് സാധാരണ കാഴ്ചയായിരുന്നുവെങ്കിൽ ജോർജ് അതിൽ നിന്നും വ്യത്യസ്തമായാണ് അതിനെ കണ്ടത്. ഈച്ചകളുടെ ഉറവിടം തേടിപ്പോയ ജോർജിന് കാണാൻ സാധിച്ചത് താമസിക്കരുത് എന്ന് ഫാദർ പറഞ്ഞ അതേ മുറിയുടെ വാതിൽ പഴുതിലൂടെ പുറ്റുപുറ്റായി പറന്നിറങ്ങുന്ന ഈച്ചകളെയായിരുന്നു. താൻ കണ്ട കാഴ്ച ജോർജ് കാത്തിയോട് പറഞ്ഞു. ഒരു പഴയ വീടായതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം കാഴ്ചകൾ സാധാരണമാണ് എന്നായിരുന്നു കാത്തിയുടെ മറുപടി. ദിവസങ്ങൾ കഴിയുന്തോറും ആ വീടിനുള്ളിൽ തണുപ്പ് കൂടി വരുന്നത് പോലെ ജോർജിന് അനുഭവപ്പെട്ടു. അയാൾ നെരുപ്പോടിൽ തീ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇതെന്താണ് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ജോർജ് മറുപടി പറഞ്ഞു, അതിയായ തണുപ്പുണ്ട് എന്ന്. എന്നാൽ മറ്റാർക്കും അത്രയും തണുപ്പ് അനുഭവപ്പെട്ടിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ കാത്തിക്കും ചില അനുഭവങ്ങൾ ഉണ്ടായി. ഉറക്കത്തിനിടയിൽ ഐസ് പോലെ തണുത്ത എന്തോ ഒന്ന് ശരീരത്തിലൂടെ അരിച്ചു പോകുന്നതായി അവൾക്ക് തോന്നി. തൊട്ടു നോക്കിയപ്പോൾ അത് ചുക്കിച്ചുളിഞ്ഞ ഒരു വിരല് പോലുണ്ടായിരുന്നു. ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. മറ്റൊരു ദിവസം എന്തോ ഒരു ശബ്ദം കേട്ട് ജോർജ് ഞെട്ടി എഴുന്നേറ്റു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അയാൾക്ക് കാണാൻ സാധിച്ചത് തൊട്ടടുത്ത് കാത്തിക്ക് പകരം വികൃതമായ മുഖമുള്ള ഒരു പടുവൃദ്ധയായിരുന്നു. ഇതെല്ലാം തങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജോർജിനും കാത്തിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു ഭയത്തോടു കൂടി മാത്രമേ ആ വീട്ടിൽ താമസിക്കാൻ സാധിച്ചുള്ളൂ. ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ മുറിയിൽ നിന്നും എന്തോ ഒരു കരച്ചിൽ കേട്ടാണ് അവരങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നത്. അവർ കണ്ടത് ജനലിന്റെ ഷട്ടർ വീണ് ചതഞ്ഞ കയ്യുമായി നിൽക്കുന്ന കുഞ്ഞിനെയാണ്. അവർ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഓടി. എന്നാൽ വീടിന്റെ മുൻവാതിൽ കടക്കവേ ആ കൈ പഴയതുപോലെയായി, ഒന്നും സംഭവിക്കാത്തതുപോലെ. അതോടെ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി
അവരോടൊപ്പം ആ വീട്ടിൽ അവർക്കറിയാത്ത മറ്റെന്തോ കൂടിയുണ്ട് എന്ന്. എന്നാൽ അവരുടെ ഇളയ മകളായ മിസ്സിക്ക് അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അവൾ പറഞ്ഞു, ചേട്ടന്റെ കൈ ചതച്ചതും അച്ഛനെയും അമ്മയെയും ഭയപ്പെടുത്തിയതും അവളുടെ സുഹൃത്തായ അവർക്ക് കാണാൻ സാധിക്കാത്ത ജോഡിയാണ് എന്നും അവർ പലപ്പോഴും കാണാറുണ്ട് എന്നും. എങ്ങനെയാണ് ഈ ജോഡി? അവളെ കാണാൻ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ പേപ്പർ എടുത്ത് അവൾ വരച്ചു കാണിച്ചു. ഒരു പന്നിയുടെ രൂപം. ഈ രൂപത്തിലാണ് ജോഡി എന്നെ ആദ്യമായി കാണാൻ വന്നത് എന്നും ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് ജോഡി കാണുന്നുണ്ട് എന്നും. ഇത്രയും പറഞ്ഞ് അവൾ ആ ജനാലക്കരികിലേക്ക് വിരൽ ചൂണ്ടി. അങ്ങോട്ടേക്ക് നോക്കിയ ജോർജിനും കാത്തിക്കും കാണാൻ സാധിച്ചത് 2 ചുവന്ന കണ്ണുകളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കൊലപാതകത്തെക്കുറിച്ചായിരുന്നു പിന്നീട് അവരുടെ അന്വേഷണം. അന്നത്തെ പത്രങ്ങളുടെയെല്ലാം തലക്കെട്ടായിരുന്നു റൊണാൾഡ് ഡെഫിയോ. 23 വയസ്സുകാരനായ ആ പയ്യൻ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും അടക്കം 6 പേരെ മുറികളിൽ കയറി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വിചാരണയിൽ അയാൾ പറഞ്ഞത് ആരോ നിർബന്ധിച്ചത് പ്രകാരമാണ് താൻ അത് ചെയ്തത് എന്നാണ്. അന്ന് ആദ്യമായി വീട്ടിലേക്ക് കയറിയ ദിവസം ഫാദർ തന്നോട് പറഞ്ഞ കാര്യം ജോർജ് കാത്തിയോട് പറഞ്ഞു. അത് കേട്ടപാടെ ഫാദറിനെ കാണണമെന്ന് കാത്തി നിർബന്ധം പിടിച്ചു. എന്തുകൊണ്ടായിരിക്കാം ഫാദർ അങ്ങനൊന്ന് പറഞ്ഞത്? അവർ ഫാദറിനെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തോട് നിർബന്ധിച്ചു. ഒരുപാട് നിർബന്ധിച്ച ശേഷം തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം വിശദീകരിച്ചു. അന്ന് ആ മുറിയിലേക്ക് കടന്നപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നിയിരുന്നു. ആരോ എന്തോ എന്നോട് സംസാരിക്കുന്നത് പോലെ. ഒന്ന് കാതോർത്തപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ശബ്ദം എന്നോട് പറഞ്ഞത് ഗെറ്റ് ഔട്ട് എന്നായിരുന്നു. അന്ന് കോരിച്ചൊരിഞ്ഞ മഴയായിരുന്നു. ഉറക്കം വരാതെ ജോർജ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു. അയാൾ കാത്തിയെ വിളിച്ചു. എന്നാൽ കാത്തിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആ ഇരുട്ടത്ത് അയാൾ കൈകൊണ്ട് കട്ടിലിൽ തപ്പി നോക്കി. തൊട്ടടുത്ത് കാത്തി ഇല്ലായിരുന്നു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടു. അവൾ മേൽക്കൂരയോട് ചേർന്ന് വായുവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ മുറിയിൽ നിന്നും ഒരു അലർച്ച കേട്ടു. അയാൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ അയാൾ കണ്ടത് കുഞ്ഞുങ്ങളുടെ കട്ടിലുകൾ വായുവിൽ നിൽക്കുന്ന കാഴ്ചയായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് അയാൾ തിരികെ അയാളുടെ മുറിയിലേക്ക് വന്നു. അപ്പോൾ ബോധരഹിതയായി താഴെ കിടക്കുന്ന കാത്തിയെയാണ് അവർ കണ്ടത്. ആ വീട്ടിൽ അവർ താമസിക്കാൻ തുടങ്ങിയിട്ട് 29 ദിവസങ്ങൾ മാത്രമേ ആവുന്നുണ്ടായിരുന്നുള്ളൂ. ഇനിയൊരു ദിവസം കൂടി ആ വീട്ടിൽ താമസിക്കുക എന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിൽ ഫാദറിന്റെ നിർദ്ദേശപ്രകാരം അവർ എഡ് ആൻഡ് ലോറൈൻ വാറനെ കാണാനായി ചെന്നു. അവരോട് തങ്ങൾക്കുണ്ടായ അനുഭവം അവർ വിശദീകരിച്ചു. അത് കേട്ടപാടെ അവർ ആ വീട്ടിലേക്ക് തിരിച്ചു. ആ വീട് നിരീക്ഷിച്ച ലോറൈൻ പറഞ്ഞത് അതിനുള്ളിലുള്ളത് അതിശക്തമായ ഒരു എൻറ്റിറ്റിയാണ് എന്നും ഒരു വലിയ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത് എന്നുമാണ്. അത് കേട്ടതോടുകൂടി ഇനി കുടുംബവുമായി ഒരു ദിവസം പോലും ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന തീരുമാനമായിരുന്നു ജോർജ് എടുത്തത്. അവർ കുടുംബത്തോടു കൂടി ആ വീട്ടിൽ നിന്നും മാറിപ്പോവുകയായിരുന്നു. അമിറ്റിവില്ലി ഹൊറർ എന്ന പുസ്തകത്തിൽ പറയുന്നത് ജോർജിനും കുടുംബത്തിനും ആ വീട്ടിൽ നിന്നുമുണ്ടായ അനുഭവങ്ങളാണ്. അതേ തുടർന്ന് പുറത്തിറങ്ങിയ പല സിനിമകളിലൂടെയും ആ വീടും പ്രശസ്തമാവുകയായിരുന്നു. നേരിട്ടറിഞ്ഞ പല അനുഭവങ്ങളും മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതാവുന്നതാണ് ഏറ്റവും വലിയ വിഷമം എന്നാണ് ജോർജ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ജോർജ് ലട്സും കുടുംബവും 112 ഓഷ്യൻ അവന്യൂ എന്ന വീട്ടിൽ താമസിച്ചിരുന്നു എന്നതും വെറും 29 ദിവസം മാത്രമേ അവർക്കവിടെ താമസിക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നതും അവരവിടെ താമസിക്കുന്നതിനും 1 വർഷം മുമ്പ് അവിടെ ആ വീട്ടിൽ 6 കൊലപാതകങ്ങൾ നടന്നിരുന്നു എന്നതും കൃത്യമായ തെളിവുകളുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. എഡ് ആൻഡ് ലോറൈൻ വാറൻ അനുഭവങ്ങളിലെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു അനുഭവം തന്നെയാണ് അമിറ്റിവില്ലെ ഹൊറർ. എന്നാൽ ആ വീട് ഇന്നും ഒരു പ്രേതഭവനമായി പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമല്ല. ലട്സ് ഫാമിലി ആ വീട് വെക്കേറ്റ് ചെയ്തതിനു ശേഷം ആ വീട് വാങ്ങിയത് ജെയിംസ് ബാർബറ ദമ്പതികളായിരുന്നു. പുറത്തു നിന്നുള്ള സന്ദർശകരെ ഒഴിവാക്കാനായി 112 ഓഷ്യൻ അവന്യൂ എന്ന അഡ്രസ്സിൽ നിന്നും ആ വീട് 108 എന്ന അഡ്രസ്സിലേക്ക് മാറ്റുകയാണ് അവർ ആദ്യം ചെയ്തത്. പിന്നീട് 12 വർഷത്തിൽ കൂടുതൽ യാതൊരു പ്രശ്നവും കൂടാതെ അവിടെ അവർ താമസിക്കുകയും ചെയ്തു. 1987 അവർ മറ്റൊരു കുടുംബത്തിന് ആ വീട് വിൽക്കുകയായിരുന്നു, ഏതാണ്ട് $3 ലക്ഷം. അതിനുശേഷം 2017 ആ കുടുംബം മറ്റൊരു കുടുംബത്തിന് ആ വീട് വിറ്റു. അത് $6 ലക്ഷം.
ഇന്നത്തെ ആ വീടിൻ്റെ വാല്യൂ കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് $1.5 മില്യൺ. ലഡ്സ് കുടുംബത്തിനല്ലാതെ മറ്റൊരു കുടുംബത്തിനും ആ വീട്ടിൽ നിന്നും പാരനോർമലായ അനുഭവങ്ങൾ ഉണ്ടായതായി കേട്ടുകേൾവിയില്ല. അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. ചിലപ്പോൾ ബ്രോക്കർ പറഞ്ഞ കൊലപാതക കഥയും ഫാദറിന്റെ മുഖഭാവവും ജോർജിനുണ്ടാക്കിയ ചില തോന്നലുകളായിരിക്കാം. ബാക്കിയെല്ലാം എഴുത്തുകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിരിക്കാം. എന്നിരുന്നാലും ഒരുപാട് പേർ ഭയപ്പെടുന്ന, ഒരുപാട് വിറ്റുപോയ ഒരു കഥയാണ് അമിറ്റിവിലെ ഹൊറർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.